പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് ഞായറാഴ്ച ഒരു പ്രത്യേക സ്ഥാനമുള്ള ദിവസമാണ്. അതുപോലെ മികച്ച ചിത്രങ്ങൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. മഴയുടെ കാഠിന്യം അല്പം കുറവാണ്. അപ്പം ഇന്ന് ഞായറാഴ്ച എല്ലാ ചിത്രങ്ങൾക്കും ഒരു കൊലമാഫ് കളക്ഷൻ തന്നെ കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ആസിഫ് അലി നായകനായ പുരുഷന്മാരുടെ കഥ പറഞ്ഞ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. മികച്ച പ്രതികരണം നേടി ഈ ചിത്രം മുന്നേറുന്ന കാഴ്ച തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസവും എല്ലാ ചിത്രങ്ങളിൽ എന്ന പോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിനും മികച്ച പ്രതികരണം കിട്ടുന്നുണ്ട്. മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ സദസ്സിൽ തന്നെയാണ് പ്രദർശനം തുടരുന്നത്. മികച്ച പ്രതികരണവും മികച്ച രീതിയിലുള്ള കളക്ഷനും ഈ ചിത്രം നേടുന്നുണ്ട് എന്ന് തന്നെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നലെ ഇതേ സമയം 46 ലക്ഷത്തിന് മുകളിലാണ് ട്രാക്കിംഗ് ഗ്രോഫ് കാണിച്ചെങ്കിൽ ഇന്നും ഈ ചിത്രം 46 ലക്ഷത്തിന് മുകളിലുള്ള ട്രാക്കിംഗ് ഗ്രോഫ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചിത്രം ഇന്നും 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ ചിത്രം 2,65,00,000 ഈ ചിത്രം എത്തുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 3.5-4 കോടിയിലേക്ക് ഈ ചിത്രം എത്തുന്നു. അങ്ങനെ മികച്ച ഒരു തുടക്കം തന്നെയാണ് ആസിഫ് അലിയുടെ ചിത്രം നേടുന്നത്. സർക്കിട്ട് എന്ന ചിത്രം ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഒരു പരാജയ ചിത്രമായി മാറുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഇറങ്ങിയ ഈ ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഈ ചിത്രം മികച്ച രീതിയിൽ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. നാളെ തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. ഈ ചിത്രത്തിൻ്റെ ഭാവികൾ തീരുമാനിക്കുന്നത് നാളെയാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു ചിത്രമായിരുന്നു നമ്മുടെ നരിവേട്ട എന്ന ചിത്രം. നരിവേട്ട എന്ന ചിത്രം ഇന്നലെ വരെ 15,20,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് ട്രാക്കിംഗ് ഗ്രോഫായിട്ട് കാണിക്കുന്നത് 46 ലക്ഷം രൂപയാണ്. അങ്ങനെ ഈ ചിത്രം ഇന്ന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഏകദേശം 16 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 26 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ടൊവിനോയുടെ കരിയറിലെ കഥാപാത്രമായിട്ട് നരിവേട്ടയിലെ കഥാപാത്രം വർഗീസ് പീറ്റർ എന്ന കഥാപാത്രം ജനങ്ങൾ ഏറ്റെടുത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നരിവേട്ട അങ്ങനെ ഒരു വിജയ ചിത്രമാകാനുള്ള കുതിപ്പിൽ തന്നെയാണ് തുടരുന്നത്. ചിന്തിക്കുമ്പോൾ നരിവേട്ട ഇതിലും മികച്ച കളക്ഷൻ നേടാൻ പറ്റിയൊരു ചിത്രം തന്നെയായിരുന്നു. പക്ഷേ മഴ ഒരു പ്രശ്നമായിട്ട് ഈ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ഇത് മുന്നേറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ധ്യാൻ ശ്രീനിവാസൻ്റെ വളരെ നാളിന് ശേഷമുള്ള ഒരു മികച്ച ചിത്രമെന്ന് ജനങ്ങളുടെ അഭിപ്രായം നേടിയ ചിത്രം ഇന്നും ഏകദേശം 7 ലക്ഷം ട്രാക്കിംഗ് ഗ്രോഫാണ് കാണിക്കുന്നത്. അങ്ങനെ 10 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചിത്രം 4,65,00,000 ഈ ചിത്രം വളരെ വേഗം എത്തുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം പ്രതീക്ഷിക്കുന്നത് 6.5-7 കോടി രൂപയ്ക്ക് അടുത്താണ്. ഇത് ഫാമിലി എന്ന ചിത്രം, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം മികച്ച രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിലീപിൻ്റെ വളരെ നാളിന് ശേഷമുള്ള ഒരു മികച്ച വിജയത്തിലേക്ക് ഈ ചിത്രം മാറുന്നു. ഇന്ന് 11 ലക്ഷം ട്രാക്കിംഗ് ഗ്രോഫാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിൻസ് 31 ദിവസം കൊണ്ട് 16,85,00,000 രൂപയാണ് കേരള ഗ്രോഫായിട്ട് കാണിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 27 കോടിക്ക് മുകളിലുള്ള തുക ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മറ്റൊരു ചിത്രമാണ് നമ്മുടെ കമലഹാസൻ, മണിരത്നം, AR റഹ്മാൻ ടീം ഒന്നിച്ച ചിത്രം. ഈ ചിത്രം 4 ദിവസം കൊണ്ട് മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നമ്മൾ ഇന്നലെ വരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 62 കോടി രൂപ മാത്രമേ ഉള്ളൂ. ഏകദേശം 100-150 കോടിയെങ്കിലും പ്രതീക്ഷിച്ച ചിത്രം കേവലം 62 കോടിയിലേക്ക് ചെന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. KLF എന്ന ചിത്രം ഇന്നലെ
19 ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് ഗ്രോഫ് ആയിട്ട് കാണിച്ചതെങ്കിൽ ഇന്ന് 16 ലക്ഷത്തിലേക്ക് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞായറാഴ്ച നമ്മൾ നോക്കുമ്പോൾ 62 കോടിയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തത്. ഇന്നും ഏകദേശം ഒരു 10 കോടിക്കടുത്തെങ്കിലും കളക്ഷൻ നേടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നുകൊണ്ട് ഈ ചിത്രം 70-75 റേഞ്ചിലേക്ക് 70 കോടി 75 റേഞ്ചിലേക്ക് ഈ ചിത്രം എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിലെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്നലെ വരെ 27 കോടി ആയിരുന്നു തമിഴ്നാട്ടിലെ കളക്ഷൻ. അതിനെ സംബന്ധിച്ച് ഒരു കമൽ മണിരത്നം ടീം എന്ന് വെച്ചുമ്പോൾ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. പക്ഷേ ചിത്രത്തിൻ്റെ കളക്ഷൻ വളരെയധികം കുറവാണ്, 27 കോടി രൂപയായുള്ളൂ. അപ്പോൾ ഇതൊരു തികഞ്ഞ പരാജയ ചിത്രമാകുന്ന ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ 100 കോടി പോലും ഈ ചിത്രം തികയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ്. അപ്പോൾ നല്ല ഇന്ത്യ ഒട്ടാകെ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായി മാറും. അങ്ങനെ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, പഴയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ബോക്സ് ഓഫീസ് കളക്ഷനുകൾ എന്നിവ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ചാനൽ ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ തോന്നുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.